നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്നും അതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 30 എണ്ണത്തോളം ഉണ്ടാവും. അച്ചാറിനുള്ള നാരങ്ങ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത മഞ്ഞ കളറിലുള്ളതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പഴുക്കാത്ത പച്ച കളറിലുള്ള നാരങ്ങ ഉപയോഗിച്ച് അച്ചാർ തയ്യാറാക്കിയാൽ അതിന് കയ്പുണ്ടാവും. ആദ്യമായി ഈ നാരങ്ങ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഏകദേശം 1.5 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇതുപോലെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നാരങ്ങ ഇതിലേക്കിടുക. വെള്ളം ഒരുപാട് വെട്ടിത്തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വെട്ടിത്തിളയ്ക്കുന്ന ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ പുഴുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാരങ്ങ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരങ്ങ ഇട്ട ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 3 മുതൽ 4 മിനിറ്റ് നേരം വരെയാണ് ഇങ്ങനെ പുഴുങ്ങിയെടുക്കേണ്ടത്. അതിൽ കൂടുതൽ നേരം പുഴുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാരങ്ങയുടെ തൊണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഒരുപാട് തിളയ്ക്കാതിരിക്കാനും സ്റ്റൗ കുറച്ചു വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. 4 മിനിറ്റിന് മുമ്പ് തന്നെ നാരങ്ങയുടെ തോട് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയതായിട്ട് കണ്ടാൽ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വെള്ളം ഊറ്റിക്കളയുക. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാരങ്ങ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുകയോ അതല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയുകയോ ചെയ്യുക. ചൂടുവെള്ളത്തിൽ നിന്നും കോരിയെടുത്ത നാരങ്ങ വൃത്തിയുള്ള ഒരു ടവൽ ഉപയോഗിച്ചോ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ നന്നായിട്ട് തുടച്ച ശേഷം ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളത്തിന്റെ അംശമുണ്ടായാൽ അച്ചാർ കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ചു മാറ്റിവെക്കാൻ പറയുന്നത്. ഒരു കാരണവശാലും ഇനി ഇത് പച്ചവെള്ളത്തിൽ കഴുകരുത്. ചൂടാറിയ ശേഷം ഇനി ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ നാരങ്ങയും 4 അതല്ലെങ്കിൽ 8 പീസുകളായിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും ചോപ്പിംഗ് ബോർഡും ഒക്കെ വെള്ളത്തിന്റെ അംശമില്ലാത്തതും നല്ലതുപോലെ ക്ലീനുമായിരിക്കണം. കട്ട് ചെയ്തെടുത്ത നാരങ്ങയിലേക്ക് 7 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. 7 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടുതലായിട്ട് തോന്നുമെങ്കിലും നാരങ്ങ അച്ചാർ ആയതുകൊണ്ട് അത്രയും തന്നെ വേണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അച്ചാർ ഉണ്ടാക്കുന്ന ദിവസം ഈ ഉപ്പ് കൂടുതലായിട്ട് തോന്നും. പക്ഷേ 3-4 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ പുളി ഇറങ്ങി ഉപ്പ് ബാലൻസ് ആവും. അതുപോലെ മറ്റൊരു കാര്യം, ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ഇത് മാറ്റിവെക്കുക. അടുത്തതായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ഉപയോഗിക്കുവാണെങ്കിൽ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഉലുവ 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ കടുക്, ഈ 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇഞ്ചി ചോപ്പ് ചെയ്തത് 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിൽ നടുവേ കീറിയത് 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്തത്, കറിവേപ്പില 3-4 തണ്ട്, അവസാനമായി 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കാൻ. ഏകദേശം 5 മിനിറ്റ് നേരം സമയമെടുക്കും. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ്, കാശ്മീരി മുളകുപൊടി 4 ടേബിൾ സ്പൂൺ. ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ 10-15 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. ശ്രദ്ധിക്കുക, തീ ഏറ്റവും ലോ ഫ്ലെയിമിലോ അതല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ആക്കുകയോ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മുളകുപൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് കായപ്പൊടി 1 ടീസ്പൂൺ, ഫ്ലേവേഴ്സ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 2 ടേബിൾ സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന നാരങ്ങ ചേർക്കുക. പാത്രത്തിന്റെ അടിയിൽ ഉപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചാറിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തവികൾ, അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ജാറുകൾ, അതുപോലെ തന്നെ അച്ചാർ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണ്, ഇതെല്ലാം ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തതും നല്ലതുപോലെ ഉണങ്ങിയതുമായിരിക്കണം. എങ്കിൽ മാത്രമേ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതിരിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അച്ചാർ ഉണ്ടാക്കിയ ദിവസം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന് ഉപ്പും പുളിയും അതുപോലെ തന്നെ കയ്പും അല്പം കൂടുതലായിരിക്കും. അതൊന്നും കാര്യമാക്കേണ്ട. അച്ചാർ 4-5 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഈ ഫ്ലേവേഴ്സ് എല്ലാം ബാലൻസ് ആയിക്കോളും. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം 1-2 ഗ്ലാസ് ജാറിലാക്കി ഒട്ടും തന്നെ എയർ കയറാതെ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. കുറഞ്ഞത് 4-5 ദിവസം വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ബാലൻസ് ആയതിനു ശേഷം മാത്രം സെർവ് ചെയ്യുക. റെഫ്രിജറേറ്ററിൽ വെക്കുന്നുണ്ടെങ്കിൽ 4-5 ദിവസത്തിന് ശേഷം മാത്രം വെക്കുക. നാരങ്ങ അച്ചാർ കുറച്ചേറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.